ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയലിലെ വിക്രമിനെയും വേദയെയും ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് അടിക്കാട്ടോ. അങ്ങനെ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ വേദയെ കൊണ്ടെല്ലാം ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വിക്രമാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ വിക്രമിനെ അവർ ഒരുപാട് തല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രശേഖരൻ പറയും, നിന്നെ തല്ലിയത് കൊണ്ട് കാര്യമില്ല, നിനക്ക് വേദനിക്കണമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളവരെ കൊല്ലണം എന്ന് പറഞ്ഞ് ആദ്യം തന്നെ അനിയൻകുട്ടനെ തല്ലുക കേട്ടോ. വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവരാരും കേൾക്കുന്നില്ല. പാവ അനിയൻകുട്ടനെ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഈ സമയം വേദ പറയും, ഞാൻ ഒപ്പിട്ട് തരാന്നേ. വേദ വേണ്ട, നോ എന്ന് വിക്രം പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ തല്ല് കൊള്ളുന്നതിനേക്കാളും നല്ലത് ഒപ്പിട്ട് കൊടുക്കുന്നതാണെന്ന് തോന്നിയിട്ട് വേദ അതിന് സമ്മതിക്കുക. അങ്ങനെ ശ്രീകാന്ത് വേദയുടെ കയ്യിലെ ആ കയറ് അയച്ചിട്ട് അവിടുന്ന് കാറിലേക്ക് കൊണ്ടുപോവാ. എന്നാൽ ഇതെല്ലാം ഇവരെങ്ങനെ തല്ലുന്നതെല്ലാം താഴെ ജോർജ് കാണുന്നുണ്ട്. ജോർജിന്റെ ഫ്രണ്ട്സ് ആരോ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ജോർജ് അവിടെ എത്തിയതാട്ടോ. ഇത് കാണുന്നതും ജോർജ് ഉടൻ തന്നെ മുകളിലേക്ക് ആ ജീപ്പിൽ പോകും. ഓടി വന്നേ ഒരൊറ്റ തല്ലുകൊടുക്കണം എല്ലാവരെയും. അപ്പോൾ വേദ കാറിൽ കയറാൻ തുടങ്ങുമ്പോഴായിരിക്കും ആ ഗുണ്ടകളെ തല്ലുന്നത്. അങ്ങനെ വേദയ്ക്ക് ഒപ്പിടേണ്ട കാര്യം വരുന്നില്ല. അങ്ങനെ പിന്നീട് വേദയും വടിയെടുത്ത് അവന്മാരെയൊക്കെ തല്ലും. ശേഷം വിക്രമിനെ അഴിച്ചിടുകയാണ്, അനിയൻകുട്ടനെയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയാവുന്നുണ്ട് കേട്ടോ. ജോബിയാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മാറി നിൽക്കുകയാണ്. ജോബിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ വിക്രമിൻ്റെ കയ്യിൽ നിന്ന് ചന്ദ്രശേഖരനും ശ്രീകാന്തിനും എല്ലാവർക്കും അടി കിട്ടുന്നുണ്ട്. അങ്ങനെ വിക്രം ചന്ദ്രശേഖരനെ പിടിച്ചിട്ട് പറയും, എടാ അനിയൻകുട്ടാ, നീ പോലീസിനെ വിളിക്ക്, എത്രയും പെട്ടെന്ന് പുളിക്കലിനെ കൊന്നത് ഇവരാണെന്ന് പറ എന്ന് പറഞ്ഞാലും ചന്ദ്രശേഖരൻ വിക്രമിന് ഒരു ഒറ്റ ഒന്ത് കൊടുക്കും. വിക്രമാണെങ്കിൽ ആ കൊക്കയുടെ തൊട്ടടുത്തായിരുന്നു. വിക്രം അങ്ങോട്ട് വീഴാൻ പോകും. ഈ സമയം എല്ലാവരും പേടിച്ചു പോകും. വേദയും അതുപോലെ അനിയൻകുട്ടനും. വിക്രം എന്ന് വിളിച്ച് അനിയൻകുട്ടൻ ഓടി വരുമ്പോഴേക്കും ചന്ദ്രശേഖരൻ ആ തോക്കെടുത്ത് അനിയൻകുട്ടനെ അങ്ങ് ഷൂട്ട് ചെയ്യും. അനിയൻകുട്ടൻ അപ്പം തന്നെ ബോധം കെട്ട് താഴേക്ക് വീഴും. ഇത് കാണുമ്പോൾ വിക്രം എങ്ങനെയൊക്കെയോ കയറി വരും. എന്നാൽ വേദ ആർത്ത് വിളിക്കുകയും ചെയ്യും. വേദാക്ക് ടെൻഷനിലെ അവിടെ വീണ് പോവാണ്, നിലത്ത് വീഴാട്ടോ ചെയ്യുന്നത്. പിന്നീട് ചന്ദ്രശേഖരൻ ആ തോക്ക് വിക്രമിന് നേരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇത് ജോർജ് കാണണേ. ജോർജ് അവിടെ ഉണ്ടായിരുന്ന വടിയെടുത്ത് ആ ചന്ദ്രശേഖരൻ്റെ കയ്യിലേക്ക് എറിയും. അപ്പം തന്നെ ആ തോക്ക് താഴെ വീഴും. പിന്നെ ചന്ദ്രശേഖരൻ അവിടെ നിന്ന് ഓടിപ്പോവും. അച്ചാന്ന് വിളിച്ചുകൊണ്ട് ശ്രീകാന്ത് കൈ പിടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോവാ കേട്ടോ. വിക്രം ഇവരുടെ പിന്നാലെ പോകുന്നില്ല. അനിയൻകുട്ടനെ നോക്കുകയാണ്. അനിയൻകുട്ട ബോധമുണ്ട്, ജോർജെ നീ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കേ. ശേഷം വേദേ എന്ന് പറഞ്ഞ് വേദയെ വിളിക്കുമ്പോൾ വേദയ്ക്കും ബോധമില്ല. അങ്ങനെ അവരെ ഹോസ്പിറ്റലിലാക്കാൻ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ തോക്കും എടുത്ത് വിക്രം ചന്ദ്രശേഖരൻ്റെയും ശ്രീകാന്തിൻ്റെയും പിന്നാലെ ഓടി പോവാണ് കേട്ടോ. എന്നാൽ ഇതെല്ലാം അവിടെ ഇരുന്നിട്ട് ജോബി കാണുന്നുണ്ട്. ജോബി അപ്പം തന്നെ ഒരു ബുദ്ധി കാണിക്കണേ. അതായത് ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ചിട്ട് വിക്രം വേദയും കൂടെ അവിടെ എത്തിയ കാര്യവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന അനിയൻകുട്ടനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് അവരെ രക്ഷിക്കാൻ വന്ന ആൾക്കാരുടെ പിന്നാലെ പോയിട്ടുണ്ട്. വേഗം സാറ് വരണം, ഇല്ലെങ്കിൽ അവരെയും കൊല്ലും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണേ. അങ്ങനെ വിക്രം അവരുടെ അടുത്ത് ചെന്നിട്ട് അവന്മാരെയും അതായത് ചന്ദ്രശേഖരനെയും ശ്രീകാന്തിനെയും ഒക്കെ അടിക്കാട്ടോ. നിന്റെ പ്ലാൻ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നുണ്ട്. ഓരോ തോക്കൊണ്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചന്ദ്രശേഖരൻ ഓടിപ്പോവാട്ടോ. അങ്ങനെ ശ്രീകാന്തിനെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ശ്രീകാന്ത് ആ ഗണ്ണ് പിടിച്ചിങ്ങ് തിരിക്കുമ്പോൾ ആ ബുള്ളറ്റ് നേരെ ചന്ദ്രശേഖരൻ്റെ ദേഹത്താണ് ചെന്ന് വീഴുന്നത്. ചന്ദ്രശേഖരൻ അപ്പം തന്നെ ഉരുണ്ടുരുണ്ട് താഴേക്ക് വരും. അച്ഛാ എന്ന് ശ്രീകാന്ത് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് വിക്രമും ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടെത്തും. വിക്രം അല്ല ചെയ്തതെന്നും വിക്രം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പോലീസുകാർ അതൊന്നും കേൾക്കുന്നില്ല. അതൊക്കെ അവിടെ അകത്ത് ചെന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് വിക്രമിനെ അവിടെ നിന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ശ്രീകാന്ത് ഇതിന് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. വേദയ്ക്ക് പതിയെ ബോധം വന്നിരിക്കുകയാണ്. മേരി ചേച്ചി അടുത്തുണ്ട്. മേരി ചേച്ചി, വിക്രം ഇപ്പോൾ വരും. അനിയൻകുട്ടൻ ഇവിടെ തന്നെ ഉണ്ട്, മോള് റെസ്റ്റ് എടുത്തോ. അപ്പോഴേക്കും ഈ ചായം വന്ന് മേരിക്കുട്ടി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകും. അവിടെ അച്ഛനും ജോർജും ഉണ്ട് കേട്ടോ. അങ്ങനെ മേരിക്കുട്ടി വരുമ്പോൾ തന്നെ അച്ഛൻ പറയും പോയിന്ന്, അതായത് അനിയൻകുട്ടൻ മരിച്ചിരിക്കുന്നു. ഈ ഒരു വാർത്ത എല്ലാവരെയും വല്ലാണ്ട് വിഷമത്തിലാക്കുന്നുണ്ട്. ആ കുട്ടിയോട് ഇപ്പോൾ ഒന്നും പറയണ്ട, വിക്രം വരട്ടെ എന്നിങ്ങനെ അവർ പറയണേ. അങ്ങനെ നോക്കുമ്പോൾ അനിയൻകുട്ടൻ്റെ മുഖം മറച്ചിരിക്കുക. അച്ഛൻ അടുത്ത് വന്ന് മുഖം എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് അത് വീണ്ടും മറയ്ക്കും. എന്നിട്ട് പ്രാർത്ഥനയോട് കൂടെ ആ പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ജപിച്ച് അവിടെ നിൽക്കുക കേട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ അടുത്തേക്ക് ഒരു ഡോക്ടർ വരികയാണ്. എന്നിട്ട് വേദയെ പരിശോധിച്ചിട്ട് വേദയോട് വയ്ക്കും, ഹസ്ബൻഡ് എവിടെ? ഇപ്പോൾ വരും. അപ്പോൾ ഡോക്ടർ പറയും, ഓക്കെ, രണ്ടാളോടും കൂടെ പറയേണ്ട കാര്യമാണ്, എങ്കിലും സസ്പെൻസ് ഇടുന്നില്ല, കൺഗ്രാറ്റുലേഷൻ. വേദയ്ക്ക് ആ ഒരു ഞെട്ടലേ
അപ്പോൾ ഡോക്ടർ പറയും, "വേദ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോവാ." അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ട്ടോ. അങ്ങനെ അത് പറഞ്ഞ് ഡോക്ടർ പോകുമ്പോൾ വേദ ഇങ്ങനെ വയറിൽ കൈവച്ച് നല്ല സന്തോഷത്തോടു കൂടെ അമ്മയാവാൻ പോകുന്നു എന്നറിയുമ്പോൾ ഒരു പെണ്ണിനുണ്ടാവുന്ന എല്ലാ സന്തോഷവും വേദയുടെ മുഖത്തുണ്ട് ട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ ആ സന്തോഷം അങ്ങ് മാഞ്ഞു പോവാണ്. കാരണം ആ കുഞ്ഞിനെ കൊല്ലാനും ഒരു മടിക്കില്ലെന്ന് വേദയ്ക്കറിയാം. അങ്ങനെ വേദ ആകെ ടെൻഷനോട് കൂടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ആ ഭാഗത്തുണ്ടായിരുന്നത്.